നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതിന് 5 AM മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ രാവിലെ 5 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് ഫ്രഷ് ആയിരുന്നു, ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും 5:15. അപ്പോൾ വാവയ്ക്ക് ചോറ് കൊണ്ടുപോകണം, അപ്പോൾ ചോറ് വെക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് പുറത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നല്ല ഇരുട്ടാണ്, വെട്ടം വീണിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിന്നു. അതിനുശേഷം ഞാൻ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയും പുട്ടുമാണ്. അപ്പോൾ ലഞ്ചിന് നമുക്ക് ക്യാരറ്റ് തോരൻ, മീൻ വറുത്തത്, പിന്നെ ചോറ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റൊക്കെ ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കുക്കിംഗ് എളുപ്പമാക്കാൻ പറ്റിയിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ തലേ ദിവസം തന്നെ എന്താണ് വെക്കുന്നതെന്നൊരു പ്ലാൻ ചെയ്യുക. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിറ്റേ ദിവസത്തെ കുക്കിംഗ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്, വാവയ്ക്ക് കുടിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉലുവ, അതുപോലെ ജീരകം, ഇതൊക്കെ ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. ഏലക്ക ഇട്ട് വെള്ളം തിളപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത് കടലക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ സവോള എടുക്കുക, തക്കാളി എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സമയം പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളി, സവോള, വെളുത്തുള്ളി ഇത് ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സവോള കട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതല്ലെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. സവോളയുടെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് കട്ട് ചെയ്യാമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടല വേവിക്കാൻ വയ്ക്കാം. കടലയും അതിലേക്ക് സവോളയും തക്കാളി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം. ഒരു 6 വിസിലാകുമ്പോഴത്തേക്ക് നമ്മുടെ കടല വെന്ത് കിട്ടും. ഞാൻ കറുത്ത കടലയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് തോരത്തിന് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ക്യാരറ്റ് മാത്രം അരിഞ്ഞ്, സവോള രാവിലെയാണ് അത് കട്ട് ചെയ്തിട്ടത്. അപ്പോൾ അതിട്ടിട്ട് അരപ്പും നമ്മുടെ തേങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുള്ള അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്തത്. ഒരു ഹാഫ് വേവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാവും. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചൂടുവെള്ളം കുടിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കടലയുടെ ഫിസിൽ വന്നു തുടങ്ങി. അപ്പോൾ അത് ഞാൻ വെള്ളം മാറ്റി വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറകിലായി. തോരത്തിന് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചെയ്തപ്പോൾ തന്നെ നേരം വെളുത്തു തുടങ്ങി, നല്ല വെട്ടം വീണ് തുടങ്ങി. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ പോയി നിൽക്കുകയാണ്. നല്ല വ്യൂ ആണ് കേട്ടോ നമ്മുടെ കിച്ചണിൽ നിന്ന് നോക്കുന്നത്. ഒരു സൈഡിലിങ്ങനെ റോഡ്, ഈ ഒരു സൈഡിലിങ്ങനെ അത് റോഡാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ വയലാണ്. അപ്പോൾ കണ്ടമാണ്, കണ്ടത്തിൽ വെള്ളം നിറച്ചിട്ടേക്കാണ്. അപ്പോൾ കായൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നല്ല വ്യൂ ആണ് നമ്മുടെ കിച്ചണിൽ നിന്ന് നോക്കുന്നത്. കടലക്കറി റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച കടല ഒന്ന് കടുക് പൊട്ടിച്ച് അതിലേക്ക് കടല ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി, അതിലിടാൻ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കടല ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട്, ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും, കടല വേറെ കിടക്കും, കറി വേറെ ആയിട്ട് കിടക്കും. അപ്പോൾ അതൊന്ന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കടല അരച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ മീനിൽ ആ ഒരു ഐസൊക്കെ പോയതിന് ശേഷം ഞാൻ മീൻ വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ രാവിലെ കുക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കും കൂടി കുക്ക് ചെയ്യുക. അല്ലാതെ കുട്ടിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കിയെടുക്കാതെ നമുക്കും കൂടി ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കിച്ചണിൽ കയറേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ അവർക്കുണ്ടാക്കുക, അത് കഴിഞ്ഞ് പിന്നെ നമുക്കുണ്ടാക്കുക, അത് ഭയങ്കര പാടല്ലേ. അപ്പോൾ ഉണ്ടാക്കുമ്പം ഒരുമിച്ച് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പണി നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ പുട്ടിനുള്ള മാവ് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പുട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. ചട്ടപ്പുട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അത്രേ ചെയ്യുന്നുള്ളൂ, 2 ഇതിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ.
കാരണം എന്ന് വെച്ചാൽ പുട്ട് ഇവിടെ അധികം ആരും കഴിക്കാറില്ല. അമ്മയും കുറച്ച് കഴിക്കാറുള്ളൂ, ഞാൻ ഇതിൻ്റെ പകുതി കഴിക്കാറുള്ളൂ, വാവയും പകുതി കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പുട്ടൊന്നും ഉണ്ടാക്കി വേസ്റ്റാക്കി കളയുന്നില്ല. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീൻ അവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ വാവയ്ക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പാല് തിളപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു തിള വരുന്നത് അങ്ങനെ മാത്രം ചെയ്യുന്നില്ല, ഒരുപാട് സമയം ഒന്ന് തിളപ്പിച്ചാണ് എടുക്കുന്നത്. പാല് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ വാവ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ, 6:30 ആയതേ ഉള്ളൂ. അപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോഴാണ് വാവിനെ എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും പാലൊക്കെ ഒന്ന് തണുത്ത് ഇരിക്കുമല്ലോ. അപ്പോൾ വാവയ്ക്കുള്ള പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് തന്നെ നമുക്ക് ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏകദേശം പണി 6:30 ആകുമ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീരും. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ എനിക്ക് ചായ കുടിക്കാനൊക്കെ ഉള്ള സമയമാണ്. വാവനെ 7 മണിക്ക് എഴുന്നേൽപ്പിക്കൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂറുണ്ട്, ആ സമയത്താണ് ഞാൻ പോയിട്ട് ചായ കുടിക്കുക, കുറച്ച് നേരം ഇരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിയിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് വാവനെ എഴുന്നേൽപ്പിച്ചു, ബ്രഷ് ചെയ്യിപ്പിച്ചു, ഫുഡ് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് വാവയുടെ ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചോറ് വെക്കുന്നുണ്ട്, അതുപോലെ ക്യാരറ്റ് തോരൻ, മീൻ വറുത്തത്. മീൻ ഞാനിങ്ങനെ മുള്ളൊക്കെ മാറ്റിയിട്ട് മീനിൻ്റെ മാംസം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ കുഞ്ഞു കൊച്ചല്ലേ, ചിലപ്പോൾ മുള്ളൊക്കെ ചിലപ്പോൾ തൊണ്ടയ്ക്ക് പോലെ. വീട്ടിലാണെങ്കിൽ ഞാനിങ്ങനെ മുള്ളുമൊക്കെ മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ മുള്ളൊക്കെ മാറ്റി അതിൻ്റെ മാംസം മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മോരുണ്ടായിരുന്നു, നമ്മുടെ തൈര് ചേർത്തിട്ടുള്ള മോരുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്നാക്സിന് ഇന്ന് റസ്ക്കാണ് വെച്ച് കൊടുക്കുന്നത്, 2 റസ്ക്കും അതുപോലെ കുറച്ച് പിസ്തയും അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വാവയ്ക്ക് ഇന്ന് കഴിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ.